നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഹംദാന്റെ ഒരൊറ്റ വാക്ക് നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം മാറി മറിഞ്ഞു. പ്രവാസികൾ കാത്തിരുന്ന ദിവസം. പുത്തൻ വിദ്യയുമായി ഷെയ്ഖ് ഹംദാൻ. ദുബായ് കരുതും പോലെയല്ല, വലിയ മാറ്റങ്ങളാണ് ദിനംപ്രതി കൊണ്ടുവരുന്നത്. എക്സ്പോ ഔദ്യോഗികമായി അവസാനിച്ചെങ്കിലും അങ്ങനെ അവസാനിപ്പിക്കാൻ അധികൃതർ തയ്യാറല്ല. അതെ, ഓരോ വർഷവും 1000 കോടി ദിർഹം മൂല്യമുള്ള വാണിജ്യ വ്യവസായ സംരംഭങ്ങൾക്ക് തുടക്കമിടാൻ ദുബായ് ഒരുങ്ങുന്നു. എക്സ്പോയ്ക്ക് ശേഷമുണ്ടായ ഉണർവ് ഉപയോഗപ്പെടുത്തി കാർഷിക മേഖലയിലടക്കം ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ദുബായ് മുനിസിപ്പാലിറ്റി, ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ അധികാര പരിധി വിപുലമാക്കിയതോടെ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതവും സുതാര്യവുമാകും. പ്രവർത്തന ചെലവ് 10% കുറയ്ക്കാനും സേവന മികവ് 20% വർദ്ധിപ്പിക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷ. പദ്ധതികളുടെ അന്തിമ രൂപരേഖ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും UAE ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയും ദുബായ് ഉപഭരണാധികാരിയുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്കൂദും എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി വിലയിരുത്തി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുബായ് കൗൺസിൽ യോഗം കഴിഞ്ഞ ദിവസമാണ് മുനിസിപ്പാലിറ്റി, ലാൻഡ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൂടുതൽ ചുമതലകൾ കൈമാറിയത്. അതിവേഗം നടപ്പിലാക്കാവുന്ന വികസന പദ്ധതികളുടെ തുടർഘട്ടത്തിനാണ് തുടക്കമാകുന്നതെന്ന് ഷെയ്ഖ് ഹംദാൻ പറയുകയുണ്ടായി. ആരോഗ്യം, നിക്ഷേപം, കാർഷികം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കും. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് സേവന മികവ് വർദ്ധിപ്പിക്കും. രാജ്യാന്തര നിക്ഷേപകർക്ക് അവസരങ്ങൾ ഒരുക്കും. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കുമെന്നും വ്യക്തമാക്കി. അൽ ഫഗ, അൽ ലുസൈലി, അൽ ഹബാബ്, അൽ മർമൂം, അൽ അവീർ, മർഗഹം തുടങ്ങിയ ഗ്രാമീണ മേഖലകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി വികസിപ്പിക്കാനും പദ്ധതിയുണ്ട്. പുതിയ വിസകളും നിലവിലുള്ള വിസകളിൽ വൻ ഇളവുകളും പ്രഖ്യാപിച്ചതോടെ വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടുമെന്നാണ് പ്രതീക്ഷ. വേനൽക്കാലത്തും സന്ദർശകരെ ആകർഷിക്കാൻ പദ്ധതികൾ തുടങ്ങും. ബിസിനസ് ടൂറിസത്തിനും സാധ്യതയേറെ. സന്ദർശനത്തിനൊപ്പം സംരംഭങ്ങൾക്ക് തുടക്കമിടാം. വെർച്വൽ ഓഫീസ് തുടങ്ങാനാകുമെന്നതിനാൽ സംരംഭകർ സ്ഥിരമായി UAE ഉണ്ടാകണമെന്നുമില്ല.